ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ള താൽക്കാലിക ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ്. കുറഞ്ഞ യോഗ്യത വരുന്നത് 7ാം ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം കോഴിക്കോട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ ആഴ്ചയിൽ 2 ദിവസം പാർട്ട് ടൈം കൗൺസിലർ നിയമിക്കുന്നുണ്ട്. യോഗ്യത 2 വർഷത്തെ മുഴുവൻ സമയ എംഫിൽ ക്ലിനിക്കൽ സൈക്കോളജി അല്ലെങ്കിൽ സൈക്യാട്രിക് ആൻഡ് സോഷ്യൽ വർക്കാണ്. താല്പര്യമുള്ളവർ അപേക്ഷയും യോഗ്യത സർട്ടിഫിക്കറ്റും ആഗസ്റ്റ് 10-നകം hrdsel@gec.kkd.ac.in എന്ന മെയിലിൽ അപ്ലോഡ് ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിൽ മീനങ്ങാടി ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിലെ തുടർ വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ ഇലക്ട്രിക് വയറിംഗ് ആൻഡ് സർവീസസ്, റിഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് കോഴ്സുകളിലേക്ക് ഇൻസ്ട്രക്ടർ നിയമനം നടത്തുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുമായി ഓഗസ്റ്റ് 8-ന് രാവിലെ 10 മണിക്ക് കോളേജിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലെ ഒഴിവുകളിലേക്ക് താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ആഗസ്റ്റ് 12-ന് രാവിലെ 10:30-ന് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവിക്ക് മുൻപാകെ നേരിട്ട് ഹാജരാവണം. വിശദ വിവരങ്ങൾ www.jcek.ac.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. അടുത്തത് കണ്ണൂർ ജില്ലയിൽ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ ബാലമാനസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ണൂർ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ നിയമിക്കുന്നുണ്ട്. UGC അംഗീകൃത യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നുള്ള MA, MSc സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി എന്നിവയിൽ ബിരുദമോ 2 വർഷത്തെ തുല്യ കോഴ്സ് MPhil യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ആഗസ്റ്റ് 7-ന് രാവിലെ 10:30-ന് ആശുപത്രി ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തൃശ്ശൂർ ജില്ലയിൽ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഒഴിവിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. മെക്കാനിക്കൽ മെഷീനിസ്റ്റ് 3, ടർണർ 1, ഇലക്ട്രിക്കൽ ഇലക്ട്രീഷ്യൻ 5, വയർമാൻ 2 വകുപ്പിലെ ലാബ് അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ നിലവിലുള്ള ട്രേഡ്സ്മാൻ ഒഴിവുകളിലേക്ക് പരീക്ഷ അല്ലെങ്കിൽ കൂടിക്കാഴ്ച ആഗസ്റ്റ് 7-നും സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ട്രേഡ്സ്മാൻ സോയിൽ മെക്കാനിക് 1, സർവേ 1 പരീക്ഷ 8-നും നടത്തുന്നുണ്ട്. സമയം രാവിലെ 10 മണിയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.jectcr.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അടുത്തത് കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഏജൻസി ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അക്വാകൾച്ചർ കേരള അഡാക് എറണാകുളം സെൻട്രൽ റീജിയണിന് കീഴിലുള്ള ഇടക്കൊച്ചി ഫാമിലേക്ക് ഫാം ലേബർമാരെ ദിവസവേതനത്തിൽ താൽക്കാലികമായി നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 7ാം ക്ലാസ് പൂർത്തിയാക്കിയ 45 വയസ്സിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം. വീശുവല ഉപയോഗിച്ച് മത്സ്യബന്ധനം, നീന്തൽ, വഞ്ചിതുഴയൽ എന്നിവ അറിയുന്നവരായിരിക്കണം. പ്രായോഗിക പരീക്ഷയുടെയും കൂടിക്കാഴ്ചയുടെയും അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ്. കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ പ്രായം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ അസലും പകർപ്പും സഹിതം ആഗസ്റ്റ് 12-ന് രാവിലെ 10:30-ന് ഗവൺമെൻറ് ഫിഷ് ഫാം ഇടക്കൊച്ചി ഓഫീസിൽ ഹാജരാവണം. അടുത്തത് മലപ്പുറം ജില്ലയിൽ പൂക്കോട്ടൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് 2 തസ്തികയിലേക്ക് ജീവനക്കാരെ നിയമിക്കുന്നുണ്ട്. ഒഴിവാണ് വന്നിട്ടുള്ളത്. SLCയും ANM സർട്ടിഫിക്കേഷൻ, KNMC രജിസ്ട്രേഷൻ, ANM സർട്ടിഫിക്കേഷൻ, INC, KNMC രജിസ്ട്രേഷനോട് കൂടിയ HWD സർട്ടിഫിക്കറ്റ് എന്നിവയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. 2025 ഓഗസ്റ്റ് 1-ന് 40 വയസ്സ് കവിയരുത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഓഗസ്റ്റ് 12-ന് രാവിലെ 10 മണിക്ക് പൂക്കോട്ടൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.